ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസുകാരൻ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ വന്ന് വലിയ ഷോ കാണിക്കുക. അപ്പോൾ എല്ലാവരും എന്താ കാര്യം എന്ന് അറിയാനായിട്ട് ഇറങ്ങി വന്നു. മാൻ മിസ്സിംഗ് കേസിൽ പരാതി കൊടുത്തിട്ട് ആളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്നാണോ ചോദിക്കുന്നത് എന്ന് ഈ പോലീസുകാരൻ ഇവരോടെല്ലാവരോടും ആയിട്ട് ചോദിക്കുക. എല്ലാവരും അന്തം പെട്ടിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ 2-3 ദിവസം മൂപ്പിൻ അബ്സ്കോണ്ടിങ് അല്ലായിരുന്നോ, എവിടെയായിരുന്നു, ആരുടെ കസ്റ്റഡിയിലായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മാഷപ്പോൾ അവാർഡൊക്കെ കിട്ടിയ ഒരു വലിയ മനുഷ്യന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിലേ നാളെ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ സംഭവിച്ചുകൂടെ എന്നും പോലീസുകാരൻ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അത് സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് പോലീസിൻ്റെ ജോലിയല്ലേ. അതുകൊണ്ട് മാഷേ താനൊന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറഞ്ഞു. അന്നേരം സാറേ മാഷിന് ശരിക്കും സുഖമായിട്ടില്ല എന്ന് കമല അന്നേരം പറഞ്ഞു. അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത്. മകൻ്റെ കൂടെ പലയിടങ്ങളിലേക്കും യാത്രയൊക്കെ തുടങ്ങിയെന്നാണല്ലോ എന്ന് SI ഇങ്ങനെ പറയുന്നു. അവിടെ പോയതിൻ്റെ അടുത്ത് ഇതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ സാറേ അച്ഛൻ ആ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് ഓർമ്മയും ഇല്ല എന്ന് വിക്രം പറയുക. ഓർമ്മ വരുമ്പോൾ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേഷനിൽ വന്ന് മൊഴി തരാം, എന്താ പോരെന്ന് ചോദിച്ചു വിക്രം. അതോ കടത്തിക്കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച ആളെ കണ്ടുപിടിച്ച് അച്ഛനും മകനും കൂടി നേരിട്ടങ്ങ് പെരുമാറാവെന്ന് വിചാരിച്ചിട്ടാണോടാന്ന് ചോദിക്കും. അപ്പം സാറിനെ പേടിയുണ്ടല്ലേ എന്ന് വിക്രം ഇയാളോട് ചോദിച്ചു. കടത്തിക്കൊണ്ടുപോയി ഒളിയിൽ വെച്ചതാണെന്ന് സാർ കണ്ടെത്തിയെന്ന് സാരല്ലേ? എന്നാ പിന്നെ അത് ആരാണെന്ന് കൂടി കണ്ടെത്തിയാ ഞങ്ങൾക്കും കൂടി അത് അറിയാമല്ലോ സാറേ എന്ന് പറഞ്ഞു വിക്രം. സാർ എന്തായാലും അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളും അത് അന്വേഷിക്കുന്നുണ്ട്, വിവരം കിട്ടിയാൽ അങ്ങ് അറിയിക്കാമെന്ന് പറഞ്ഞു വിക്രം. അപ്പം അതേ നിയമം കയ്യിലെടുക്കാനാണെങ്കിൽ അത് വേണ്ട കേട്ടോ, അത് പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞ് SI പേടിപ്പിക്കുമ്പോൾ എൻ്റെ പൊന്നെ സാറേ അച്ഛനെ അന്ന് കാണാതായതിന് ശേഷം ഒരു ദിവസം രാവിലെയാണ് ഞങ്ങൾ ഈ വീടിന് മുന്നിൽ അച്ഛനെ കണ്ടത്. ആരാണ് കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ ആരാണ് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതെന്നോ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് നമ്മുടെ വിശ്വം പറഞ്ഞു. വിശ്വേട്ടാ അത് പക്ഷേ സാറിന് മനസ്സിലായിട്ടുണ്ടെന്നേ എന്ന് വിക്രം ചാടിക്കയറി പറയാം. നമുക്ക് വല്ലവരെയും സംശയമുണ്ടോന്നും അത് സാറിന് മനസ്സിലായ ആളുകൾ തന്നെയാണോ എന്നും ഉറപ്പിക്കാനാണ് സാറിൻ്റെ ഈ വരവെന്ന് പറഞ്ഞപ്പോൾ എടാ മതി നിർത്തിക്കോളാൻ പറഞ്ഞു ഇയാൾ. പോലീസിൻ്റെ അടുത്ത് വേഷം കെട്ടെടുത്താൽ നിനക്കറിയാലോ എന്നും പറഞ്ഞ് ഇയാൾ വിക്രത്തെ പേടിപ്പിക്കുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുക കേട്ടോ. അന്നേരം അയ്യോ എൻ്റെ സാറേ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് കമല അന്നേരം പറഞ്ഞു. അന്നേരം സാറിനിപ്പോൾ എന്താ വേണ്ടതെന്ന് മാഷ് ചോദിച്ചു. എന്നെ കടത്തിക്കൊണ്ട് പോയത് ആരാണെന്ന് എനിക്ക് വല്ല അറിവുണ്ടോ എന്ന് പരിശോധിച്ചറിയണം. എന്നാ ഇല്ല സാറേ എനിക്കറിയില്ല ആരാണെന്ന്, എന്നാൽ അത് അറിയണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഒരു പരാതി സാറിന് തരുന്നുണ്ട് എന്ന് സുധാകരൻ മാഷ് ഇയാളോട് പറഞ്ഞു. അപ്പോൾ മാഷ് അങ്ങനെ പറയുന്ന ഇയാൾ വിചാരിച്ചില്ല. അപ്പോൾ എന്നെ കാണാനില്ലെന്നും പറഞ്ഞു എൻ്റെ മക്കൾ തന്ന പരാതിയല്ലേ ഇപ്പോൾ ഉള്ളത്, എന്നാൽ ഞാൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് അതിൽ കാര്യങ്ങൾ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് ആരോ എന്നെ തട്ടിക്കൊണ്ട് പോയി 3 ദിവസം മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിൽ അവിടെ സൂക്ഷിച്ചു. മരിക്കുന്നതിന് മുൻപ് ഈ വീടിൻ്റെ പടിക്കൽ കൊണ്ടുവന്നിട്ടു. അതാരാണെന്ന് ഈ നാട്ടിലെ പോലീസ് കണ്ടുപിടിച്ച് എനിക്ക് തരണം. അങ്ങനെ ഒരു പരാതി എനിക്കുണ്ടെന്ന് മാഷ് പറയാം. ഞാൻ സാറിന് സ്റ്റേഷനിൽ വന്ന് എഴുതി തരാം, എന്താ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സാറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. സാറിൻ്റെ മുഖത്തെ കള്ളലക്ഷണം ഇവരെല്ലാവരും വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സാറിന് മാത്രമല്ല സാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ആ ഒരു പരാതി കൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം അതെ ഇപ്പം സാറിൻ്റെ മനസ്സിലുള്ളത് ആരാണോ അവർ തന്നെയാണ് പ്രതികളെന്ന് ഉറപ്പായാൽ മുഖം നോക്കാതെ നടപടി എടുക്കുകയും വേണം കേട്ടോ എന്ന് നമ്മുടെ വിക്രം ഇയാളോട് പറയുക കേട്ടോ. അപ്പം ഇയാൾ ഇങ്ങനെ നോക്കുക. അതെ സാറേ ഇനി സാർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ടെന്നും എന്തായി സാറിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്നറിയാൻ ഞങ്ങൾ ഒന്നിടവിട്ട് അങ്ങോട്ട് വന്നോളാമെന്നും നമ്മുടെ മാഷ് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇയാൾ അങ്ങ് വല്ലാണ്ടായി നിൽക്കുക. ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നെന്നും എന്തിനായിരുന്നു എന്നും എനിക്കറിയണം സാറേ എന്നൊക്കെ നമ്മുടെ മാഷ് പറയുകയാണ്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ഇയാൾക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. വന്ന പോലീസിനെ പുഷ്പം പോലെ പറപ്പിച്ചു വിട്ടവരെല്ലാവരും കൂടി. അപ്പോൾ ഇത് എന്നോട് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, എനിക്ക് അറിയണം എന്ന് സുധാകരൻ മാഷ് വിക്രത്തോട് പറയാം. നമ്മളത് കണ്ടുപിടിക്കുക അച്ഛൻ, ഉറപ്പാണെന്ന് വിക്രം അച്ഛൻ ഉറപ്പും കൊടുത്തു. അങ്ങനെ ശ്രീകാന്തിൻ്റെ വാക്കും കേട്ട് വന്ന പോലീസിനെയാണ് തൂക്കി എറിഞ്ഞ് നമ്മുടെ മാഷും വിക്രവും കൂടി. ഇത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ, അതായത് നമ്മുടെ വേദയുടെ അച്ഛൻ അവിടെ നിന്ന് ജോലികളും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് ഇവരോട് ചോദിക്കുന്നത് അവരിവിടെ വന്നായിരുന്നു എന്ന്. അതായത് വിക്രത്തിൻ്റെ അച്ഛനൂടെ വന്നായിരുന്നോ? ഇവരൊന്നും മിണ്ടുന്നില്ല. അവർ വേദയെ വന്ന് കണ്ടിരുന്നോ എന്നാണ് ചോദിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഒച്ച വയ്ക്കുമ്പോഴത്തേക്കും വർഷ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നിരുന്നു എന്ന്. അച്ഛൻ എന്തിനാ അതൊക്കെ അനുവദിക്കാൻ പോയതെന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. നാളുകൾക്ക് ശേഷം അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നതല്ലേ അവിടുന്ന്, ഇനി അതിൻ്റെ പേരിൽ സംസാരം ചർച്ചയൊന്നും വേണ്ടാന്ന് അച്ഛന് പറയാറുന്നില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കാം. അപ്പം ഞാനെങ്ങനെയത് പറയും? അതെന്താ സുധാകരൻ മാഷിൻ്റെ വീട്ടിൽ അയാളുടെ മകൻ്റെ ഭാര്യയായി 1 വർഷത്തിൽ കൂടുതൽ ജീവിച്ചതാണ് അവൾ.
അവർ തമ്മിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം ഉള്ളത്? അവൾ അവനെ ഉപേക്ഷിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണവും ഉണ്ടാകും. അത് പാച്ചപ്പ് ചെയ്യാനായിട്ട് നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കിയ ഇനിയും അവൾ ഇറങ്ങിപ്പോവുകയുള്ളൂ എന്ന് പറയും. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം അവൾ ഇറങ്ങിപ്പോകുന്നത് അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടൊന്നും അല്ല എന്ന് അച്ഛൻ അന്നേരം മോനോട് പറഞ്ഞു. പിന്നെ മലയ്ക്ക് പോയ വിക്രം തിരിച്ചു വരുന്നതിന് മുൻപ് അവനെ ഫേസ് കൊടുക്കാതെ ഓടിപ്പോരുകയാണ് അവൾ ചെയ്തതെന്ന കാര്യം അച്ഛൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുക ഇവരൊക്കെ. അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിക്കൂടെ അതങ്ങനെ എന്ന് അച്ഛൻ ചോദിച്ചു. അതിനർത്ഥം അവൾ സ്വന്തം മനസ്സാലെയല്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതല്ലേ എന്നും അച്ഛൻ മോനോട് ചോദിക്കുക. അപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ നോക്കുക കേട്ടോ ശ്രീകാന്തിനെ. എനിക്ക് മാത്രമല്ല സുധാകരൻ മാഷിനും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് അയാൾ പറയുകയും ചെയ്ത കാര്യമാണെന്ന് പറയും. അപ്പോൾ അത് പറയേണ്ടത് അച്ഛനോ സുധാകരൻ മാഷോ ഒന്നും അല്ല, അവളാ. ഇനി അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് അവൾ സമ്മതിച്ചതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ ആ വീട്ടിൽ നിന്ന് ഒന്ന് വന്നു കിട്ടാനായി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയമാണ്. നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞ് അവളെ തിരിച്ചവിടേക്ക് പറഞ്ഞയക്കാൻ നോക്കരുത് എന്ന് ഇവൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കണം. അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ അവൾക്കത് വലിയ വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ ഈ പറയുന്നത്? അവൾക്ക് എന്ത് വിഷമം ഉണ്ടെന്നാ? അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഓഫീസിൽ പോകുക, അത് കൃത്യമായിട്ട് അവൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് എന്ത് വിഷമമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം അത് ശരിയാണെന്ന് വർഷ, നിങ്ങളായിട്ട് അവൾക്ക് സങ്കടം വരുത്താതിരുന്നാൽ മതിയെന്ന് ശ്രീകാന്ത് ഇവരോട് പറയുന്നു. അങ്ങനെ നീ എന്താ ഉദ്ദേശിച്ചു വരുന്നത്? വേദവിക്രത്തെ ഉപേക്ഷിക്കുമെന്നും അവൾ മറ്റൊരു ബന്ധത്തിന് തയ്യാറാകുമെന്നും നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛനും അതൊരു സംശയമായെന്ന് ചോദിച്ചു ശ്രീകാന്ത്. എന്തോ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കേണ്ട, അത് എങ്ങനെ വേണമെന്ന് എനിക്കറിയാമെന്ന് ശ്രീകാന്ത് അച്ഛനോട് പറയാം. ആ ശ്രീനിവാസൻ്റെ കൂടെയാണല്ലോ അവനിപ്പോഴും. ഈ ഇലക്ഷൻ തീരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കേസിൽ അവൻ അകത്താകും. അതിനുള്ള പണികൾ എനിക്കറിയാമെന്നൊക്കെ ശ്രീകാന്ത് പറയാം. അപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ശ്രീകാന്തെ, അനാവശ്യ കാര്യങ്ങൾക്കൊന്നും നീ നിൽക്കേണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അവനകത്തായ അവൾ സ്വാഭാവികമായും നമ്മൾ പറയുന്നത് അനുസരിച്ചോളും. തൽക്കാലം അവനെ അവൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ നിങ്ങളൊന്ന് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ തോൽപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായാൽ നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന മൊത്തം കാര്യങ്ങളും തിരിച്ചടിക്കും. അപ്പം അച്ഛൻ എന്നു മുതൽ ഇങ്ങനെ മാറി തുടങ്ങിയത്? ഒരിക്കൽ അവനെ കാപ്പ ചുമത്തി അകത്തിടണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ ശ്രീകാന്തേ? അതിനുശേഷമേ അവനും വേദയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയല്ലേ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കുക. എന്തിന് അവനെ അകത്താൻ വേണ്ടി നീ എന്തൊക്കെയാ ചെയ്തത്? വല്ലതും നടന്നു എന്ന് ചോദിച്ചു. അതിൽ നിന്നെല്ലാം പുഷ്പം പോലെ അവൾ അവനെ രക്ഷിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് തമ്മിലുള്ള ആ ഒരു അടുപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ വാക്കും കേട്ട അച്ഛൻ ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ ചെയ്യും? അവൾക്ക് ഇടയ്ക്ക് വന്ന് നിൽക്കാനുള്ള വെക്കേഷൻ ഹോമായി ഈ വീട് മാറണമെന്നാണ് അച്ഛൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുക ഇയാൾ. ഈ വീട്ടിലേക്ക് അവൾ വരണ്ടെന്ന് പറയാൻ എനിക്കോ നിനക്കോ അവകാശം ഇല്ലാത്തിടത്തോളം കാലം അങ്ങനെ അങ്ങ് കരുതേണ്ടി വരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ തലയ്ക്ക് വെളിവില്ലാണ്ടായോ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തേ എന്ന് പറഞ്ഞു പത്മം വിളിച്ചു. അച്ഛൻ എന്ത് സ്റ്റാൻഡ് വേണമെങ്കിലും എടുത്തോളൂ. ഇനി വേണമെങ്കിൽ അവനെ പോയി കണ്ട് പാച്ചപ്പാക്കാൻ മധ്യസ്ഥത വേണമെങ്കിൽ അതും അച്ഛൻ ചെയ്തോളാനൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ അച്ഛനോട് പറയണു. പക്ഷേ ഞാൻ അതിന് തീരുമാനിച്ചിട്ടില്ല എന്നും അവരെ ഉപേക്ഷിച്ച് അവൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വന്നതുപോലും സ്പീഡിൽ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തും അമ്മായച്ചനും കൂടി വെള്ളം അടിക്കുക. എന്നിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുവാണ്. അപ്പോൾ എനിക്ക് അവളോട് വന്ന കൊലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം ചോരയല്ലേടാ. അപ്പോൾ ഇക്കണക്കിനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഒരു വർഷക്കാലം അവൻ്റെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞ കാര്യവും അച്ഛൻ മറക്കും എന്നിങ്ങനെ പറയുകയാണ് ശ്രീകാന്ത്. അപ്പോഴേക്കും അത് നല്ല കാര്യമല്ലേടാന്ന് ചോദിച്ചു ഈ അമ്മായച്ചൻ. അങ്ങനെ ഒരു ഓർമ്മ ആരുടെ ഉള്ളിലുണ്ടാകാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ അവളുടെ ഉള്ളിൽ നിന്നത് പോകുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. പിന്നെ നമ്മുടെ ഭീഷണി കൊണ്ടാ അവൾ ഇപ്പോൾ പറഞ്ഞത് മുഴുവനും കേട്ട് അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം ശ്രീകാന്ത് ഇങ്ങനെ പറയണു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ അതിൽ നിന്നൊക്കെ മാറിയാലോ? സത്യം മുഴുവനും അവൾ അച്ഛൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം അതിനു മുൻപ് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കണമെന്ന് ഇയാൾ പറയുക. അവളെ നമ്മൾ ഒതുക്കണമെന്നും അതുപോലെ ദർശനമായിട്ടുള്ള കല്യാണം നടത്തുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇവർ പ്ലാൻ ചെയ്യുവാണ്. പിന്നെ ഏതായാലും അന്ന് ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ്റെ മറയിൽ വാസുവിൻ്റെ മകൻ വിക്രം കൊലപ്പെടുത്തുകയും കൂടെ ചെയ്താൽ ഓക്കെ ആകും. പിന്നെ അതറിഞ്ഞാൽ വാസുവൻ വെറുതെ ഇരിക്കുവോ? വിക്രോ
ഹാ, വിക്രം എന്ന വ്യാജേന മറ്റുള്ളവർ അത് വിക്രമാണെന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ പക്ഷത്ത് പുളിക്കൻ നിൽക്കും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ കൊടുക്കാനുള്ള വഴികളും ആഗ്രഹിച്ച് പറഞ്ഞു നോക്കി. ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ രാധ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക. ആദ്യം ഓട്ടോയിൽ വന്ന് കയറിയ വേദയെ പറ്റിയും അതിനുശേഷം പിന്നെ കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, വിക്രത്തിൻ്റെ കൂടെ ജീവിച്ച കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാധ ഇങ്ങനെ തുണി അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തുന്ന സമയത്ത് വേദ രാധയുടെ അടുത്ത് ചെന്ന് രാധയെ കണ്ട് സംസാരിക്കുമ്പോൾ രാധയെ വീട്ടിൽ കണ്ടപ്പോൾ നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. എനിക്കെന്താ ഈ വീട്ടിൽ വന്നുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് വേദ പറയുമ്പം ഇന്നിപ്പോൾ എനിക്ക് വരാൻ തോന്നി, അതുകൊണ്ട് വന്നതാ. അല്ല അത് ചെയ്യേണ്ടെന്ന് പറയും. നീ ആരാ, ഈ വീട്ടിൽ ആരെങ്കിലും ആണോ? അല്ലല്ലോ എന്നൊക്കെ രാധയും വേദയും കൂടെ സംസാരിച്ചതാണ്. അപ്പോൾ അത് നീ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചതും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നമ്മുടെ വേദ ആലോചിക്കുക കേട്ടോ. അതായത് വിക്രത്തിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്ന രാധ, അതിനെ ചൊല്ലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞത്. ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ വേദ അവിടുന്ന് പോയി. പിന്നെ രണ്ടുപേരും കൂടെ ചൂലെടുത്ത് അടിക്കുന്നതും അതിനിടയ്ക്ക് വിക്രം വന്നപ്പോൾ വിക്രം പറഞ്ഞിട്ടാണോ ഇവള് വീട്ടിൽ കയറിയെന്ന് ചോദിച്ചതും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഇവള് വീട്ടിൽ കയറിയെന്ന് വിക്രം പറഞ്ഞു. അതെ, ഞാൻ നോക്കിയപ്പോഴേ ഷർട്ട് മര്യാദയ്ക്ക് അയണൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിറയെ ചുളിവുകളായിരുന്നു. അപ്പം പിന്നെ ശരിക്കും തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതെന്താ അത്ര തെറ്റാണെന്ന് ചോദിക്കുമ്പോൾ കള്ളം പറയുന്ന നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വേദ ചൂലെടുത്ത് രാധ അടിക്കാൻ ഓടിക്കുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ വിക്രം ഇടയ്ക്ക് കയറിയതും പിന്നെ വിക്രവും വേദയും തമ്മിൽ വഴക്കുണ്ടാക്കിയതും അങ്ങനെയൊക്കെ ഇവർ തമ്മിലിടയിലുണ്ടായ ആ കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.